മാനം നിറയെ നക്ഷത്രങ്ങൾ മിന്നിമായുമ്പോഴും ഭൂമി നിറയെ വസന്തം പിടരുമ്പോഴും ഏകാന്തനായി എന്നിൽ സ്നേഹാർദ്രമായി വന്നത് നീ മാത്രം. ഗുഡ് ഈവനിങ്. ക്ലബ് FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സ് ആണ്. പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം റീനുവിന്റെ കൂടെ. ഈ ലോകത്തിലെ എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടായാലും, ചുറ്റുമുള്ളവർക്ക് എത്ര നല്ലത് വന്നാലും, അല്ലെങ്കിൽ ഇവിടെ വസന്തം വന്നാലും വേനൽ വന്നാലും മഴ വന്നാലും എന്ത് വന്നാലും, ഇഷ്ടപ്പെടുന്ന ഒരാൾ നമുക്ക് കൂടെ ഇല്ലെങ്കിൽ, നമുക്കിതൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്കൊരു സന്തോഷമില്ല. എത്രയൊക്കെ മറ്റേ പ്രണയം കണ്ട് സന്തോഷിച്ചു, ജീവിതത്തിൽ വേറെ കുറേ സന്തോഷങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞാലും, ഇഷ്ടപ്പെടുന്ന ഒരാൾ മനസ്സിലില്ലെങ്കിൽ, നമുക്കൊരുപാട് പ്രണയം തരാൻ ഒരാൾ നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ ഒരു സന്തോഷം നമുക്ക് വരത്തില്ല, അല്ലേ? ക്ലബ് FM ലവ് ബൈറ്റ്സിൽ നിന്ന് റീനു ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാട്ടുകൾക്ക് ശേഷം ആ വ്യക്തി ഇങ്ങ് വരും റീനുവിന്റെ അടുത്തേക്ക്. സോ സ്റ്റേ ട്യൂൺ വിത്ത് മീ, കാരണം ക്ലബ് FM ലവ് ബൈറ്റ്സിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനുവിന് കൂട്ടായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ചെറിയ കുട്ടിയാണ് കേട്ടോ, ചെറിയ കുട്ടിയെന്ന് വിളിക്കട്ടെ, വിളിച്ചോളൂ. അപൂർവയാണ് എൻ്റെ കൂടെയുള്ള. അപൂർവ എന്ന് ഞാൻ പറയുന്നതിലും കൂടുതൽ അപൂർവ സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നേ പറ്റൂ. ഓക്കെ, പറഞ്ഞു. ഞാൻ അപൂർവ ബോസ്. ഞാൻ കൊച്ചിനിലാണ് വളർന്നതും പഠിച്ചതും എല്ലാം. ഞാൻ ആദ്യം ചെയ്ത മൂവി മലർവാടി ആർട്സ് ക്ലബ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രണയം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സരോജ് കുമാർ, പത്മശ്രീ സരോജ് കുമാർ. ഇതൊന്നല്ല, ഇത് കഴിഞ്ഞിട്ടൊരു സിനിമ ചെയ്തു. ഞാൻ തട്ടത്തിൻ മറയത്തിന് ഞാൻ വോയിസ് കൊടുത്തു. ഇഷയുടെ വോയിസ് കൊടുത്തു. ആ ഒരു വോയിസ് കേട്ടിട്ടുണ്ടല്ലോ. വിനോദ് മനസ്സിൽ ആഗ്രഹിച്ചത് മുഴുവൻ മൂടിക്കെട്ടി ജീവിക്കുന്ന സ്ത്രീകളെ അടുത്തറിഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ ജീവിക്കാൻ പ്രയാസമാണ്. എനിക്കത് പറ്റില്ലെന്ന് തോന്നിയതുകൊണ്ടാ വിനോദിനോടത് പറയാൻ തീരുമാനിച്ചത്. എനിക്കിഷ്ടമാണ്. കുട്ടികള് ഫുൾ പ്രണയത്തിൽ നടന്ന വോയിസും കൂടി കേട്ടിട്ടാണ്. അത് ഇഷയുടെ വോയിസ് എല്ലാം നമുക്ക് അറിയാമായിരുന്നു. ആ ആളായിരുന്നു ഇഷ്ടം. സോ ക്ലബ് FM ലവ് ബൈറ്റ്സിൽ ഇന്ന് ഈ ആളാണ് എൻ്റെ കൂടെ. 1 മണി വരെ എനിക്ക് കൂട്ടുന്നുണ്ടാവും. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് അപൂർവ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് ഈസ് ബ്യൂട്ടിഫുൾ. ഇഫ് യു ആർ ഇൻ ലവ് യു വിൽ ലവ് ലൈഫ്. ക്ലബ് FM ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് അപൂർവ. അപൂർവ ഇപ്പൊ എത്ര വയസ്സായി? ഞാനിപ്പോ 18 years. 18 yearsോ? പ്രായം പറയാൻ പാടില്ല എന്നറിയത്തില്ല. കുഴപ്പമില്ല, അത് വയസ്സായി കഴിഞ്ഞാൽ മാത്രമേ പറയാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനെ എനിക്കിട്ടൊക്കെ തിരിച്ചു വെച്ചതാണോ? അല്ലല്ലോ, ചുമ്മാ പറഞ്ഞല്ലോ. ഈ പ്രണയത്തിലാവുന്ന ഒരു ഏജില്ലേ, അതേതാ ഏജ്? അങ്ങനെ ഒരു ഏജ് ഇല്ലാന്ന് തോന്നുന്നു. ഐ തിങ്ക് നമ്മളൊരു 5th പഠിക്കും മുതൽ നമുക്ക് ക്രഷസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. അല്ലേ, 5th പഠിക്കുമ്പോ ഏത് ക്രഷ് ആയിരുന്നു ഉണ്ടായേ? No, I'm saying നമുക്ക് attraction നമുക്ക് അറിയാൻ പറ്റില്ല. You can have on a lot of people. That's not love. I think loveനൊരു ഏജ്, it's not something which can, നമുക്കൊരു ഏജ് കൊണ്ട് നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. Sometimes you can fall in love when you're 17 or you can fall in love when you're 25. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 5th, 6th, 7th എന്റെ അടുത്ത് LKG എനിക്ക് പ്രണയം തുടങ്ങിയെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ബട്ട് ഇസ് ഇറ്റ് ആക്ച്വലി ലവ്? Can it be love? I don't think it's love what you have. നമുക്ക് LKG പഠിക്കുമ്പോഴൊന്നും നമുക്ക് ലവിന്റെ ABCD പോലും അറിയണ്ടാവില്ല. വെറും ABCD അറിയത്തില്ല. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് അട്രാക്ഷൻ. ഐ മീൻ നമുക്കൊരാളെ നമ്മുടെ ഫ്രണ്ടായിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു അട്രാക്ഷൻ, അത് എസ്പെഷ്യലി ഇഫ് യു ആർ എ ഗേൾ. if you are friends with a boy, നമുക്കൊരു ഇത്ര ഒരു അട്രാക്ഷൻ ഇടയ്ക്കെങ്കിലും തോന്നും. It's not what you call love. തുറന്നു പറയാൻ ധൈര്യം അധികം പേര് കാണിക്കാറില്ല. അട്രാക്ഷൻ തോന്നാറുണ്ട്. പെൺകുട്ടികളൊക്കെ വളരെ മിണ്ടാതിരിക്കാറ്. ക്ലബ് FM ലവ് ബൈറ്റ്സിൽ തുറന്നു പറയുന്ന ആളോട് ഞാൻ കുറച്ചുകൂടി ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കാം. 567678 ആണ് നമ്പർ. ഫോമാറ്റ് ക്ലബ് C സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് അപൂർവ ബോസ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് അപൂർവ ബോസ്. അപൂർവ, ഈ 5th ക്രഷ് തുടങ്ങാം. ഈ പ്രണയം എപ്പോ വേണമെങ്കിൽ തുടങ്ങാം. ആദ്യമായിട്ട് അപൂർവനെ പ്രപ്പോസ് ചെയ്താറ്? ബിക്കോസ് പ്രിറ്റി ഗേൾസിന് പ്രപ്പോസൽസ് ഇഷ്ടമാണ്. ഞാൻ ആരെയും പേര് പറയുന്നില്ല, വേണ്ട, കുഴപ്പമില്ല. ബിക്കോസ് ഐ എം സ്റ്റിൽ ഗുഡ് ഫ്രണ്ട്സ് വിത്ത് എ ലോട്ട് ഓഫ് ദം. വേണ്ട, നമ്മൾ ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കരുത്. എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അപ്പൊക്കെ ഇറ്റ്സ് ദാറ്റ് ക്ലിയർ ഡിസ്റ്റിങ്ഷൻ, ബോയ്സ് ഹേറ്റ് ക്ലബ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആണല്ലോ, അതിന്റെ ലീഡർ ആയിരുന്നോ? അല്ലല്ല. അപ്പം ആ സമയത്ത്
ബേസിക്കലി നമുക്ക് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ലൈക്ക് കോളേജ് സ്കൂൾ കഴിയുമ്പം ലൈക്ക് വി ഓൾ അസംബിൾ ഔട്ട് സൈഡ്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ലോട്ട് ഓഫ് കിഡ്സ് കെയിം ബാക്ക് ടു ക്ലാസ്, ബാഗൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ നമ്മള് ചെയർ ഇങ്ങനെ മുകളിലേക്ക് ഇടും ടേബിളിന്റെ. അപ്പം അതൊക്കെ വച്ചിട്ട് ഞാൻ നോക്കുമ്പം ഐ സോ നോട്ട്. അപ്പം ഐ സോ നോട്ട് ആൻഡ് ഞാൻ എന്താന്ന് നോക്കുമ്പോ അപ്പം ലോട്ട് ഓഫ് ഗേൾസ് വർ ദേർ വിത്ത് മീ. അപ്പം ഞാനിങ്ങനെ എന്താന്ന് നോക്കുമ്പോ ദേ ഓൾ സോ മീ. ഞാൻ എന്തോ പേപ്പർ നോക്കുന്നത്. ഐ ലവ് യു. In third standard, I started crying. ഞാൻ കരച്ചില് തുടങ്ങി. ഞാൻ കരഞ്ഞ് അവസാനം ടീച്ചർ അമ്മേനൊക്കെ വിളിച്ചു വരാൻ പറഞ്ഞു. അമ്മ എന്നെ അന്ന് പിക്ക് ചെയ്തത്. അപ്പൊ ഞാൻ കരഞ്ഞ് വീട്ടിലൊക്കെ വന്ന് എന്നെ ആരും ഇങ്ങനെ എഴുതി ഞാൻ എങ്ങനെ സ്കൂളിൽ പോകുന്നതാണെന്നൊക്കെ പറഞ്ഞാണ്. എന്നിട്ടൊന്നുമില്ല. എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ ഇങ്ങനെ വലുതായിട്ടൊന്നും ആൾക്കാരത്തൊന്നും മിണ്ടിയില്ല. ഞാൻ ഭയങ്കര മൂഡൗട്ടായിരുന്നു. തെറ്റ് ആരാന്ന് കണ്ടുപിടിച്ചു പേര് പറയണ്ട, കണ്ടുപിടിച്ചു. അത് ഞാൻ കണ്ടുപിടിച്ചത് ഞാൻ 6th പിന്നെ വന്നപ്പോൾ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടല്ലേ. ഓക്കെ, ക്ലബ് എഫ്എമ്മിലെ ലവ് പേജിൽ ഈ സ്റ്റോറിയാണ് ഞാനിനി അപ്പൂർവ്വമായിട്ടാണ് ചോദിക്കാൻ വന്നത്. ആ സ്റ്റോറിക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ആയി. സ്റ്റേ ട്യൂൺ, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.